ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയുടെ കോഴിക്കോടുള്ള നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മളുള്ളത്. ഇതൊരിക്കലും ഒരു ഹോസ്പിറ്റൽ അല്ല. ഇതിനൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു അറവുശാലയാക്കി മാറ്റാൻ ഞാനിതിനെ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ രോഗികളായിട്ട് വരുന്നവരെ ഡോക്ടറാക്കി മടക്കി അയക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ആനന്ദ കേന്ദ്രം, അങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ ആ വാക്കുകൾ ഞാൻ ഒന്നുകൂടി കടമെടുക്കുകയാണ്. നമ്മൾ അനുഭവിക്കാത്തതൊക്കെയും നമുക്ക് വെറും കെട്ടുകഥകളാണ്. ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ ഡയലോഗാണിത്. അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളായിട്ട് കാണുന്നവരാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രം സത്യമെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രകൃതി ചികിത്സ. കേട്ടറിവ് കൊണ്ട് നമ്മൾ പ്രകൃതി ചികിത്സയെ ചിലപ്പോൾ തള്ളി പറഞ്ഞേക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് ഓരോരുത്തരുടെയും മുഖം, നമ്മളെ സ്വീകരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്തെ ആ സംതൃപ്തി, രോഗശയ്യയുടെ വിയർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ഇവിടെ ഒരാളും രോഗിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നതും നമ്മൾ ബഹുമാനം കൊണ്ട് അവരെ ഡോക്ടർ എന്ന് വിളിക്കുമ്പോൾ പോലും ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. അവരും നമ്മളുടെ പരിശീലകരാണ്. നമ്മളുടെ അച്ഛനെ പോലെ, അമ്മയെ പോലെ, ഗുരുവിനെ പോലെയൊക്കെ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഒരു അസുഖം വരുമ്പോൾ നമ്മളെ ക്യൂറാക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെ പരിശീലിപ്പിക്കുകയാണ് അവർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. അവർ നിങ്ങൾ പോയിട്ട് പിന്നെയും ഞങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ നിങ്ങൾ തിരിച്ചു വരൂ എന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ പോകൂ, നിങ്ങൾ ഒരിക്കലും അസുഖമായിട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞ് ബായ് പറഞ്ഞയക്കുന്ന എനിക്ക് പറയാൻ വാക്കുകളില്ല ശരിക്കും ഇവിടത്തെ പറ്റിയിട്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ തന്നെ ചോദിച്ചറിയാം. ചികിത്സാ സമ്പ്രദായത്തിൽ ഏറെ വേരുകളുള്ള ഒരു ചികിത്സാ വിധിയാണ് യോഗ എന്ന് പറയുന്നത്. ഇവിടെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ യോഗയുടെ പ്രാധാന്യത്തിലേക്ക് വരുമ്പോൾ, പ്രകൃതി ചികിത്സയിൽ നമ്മൾ പ്രകൃതിയുടെ ഏറ്റവും സംശുദ്ധമായ മൂലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്തുന്ന ഒരു സമ്പ്രദായമാണ്. വായു, ജലം, ശുദ്ധമായ സൂര്യപ്രകാശം, മണ്ണ്. അപ്പോൾ അവിടെ യോഗ എന്ന് പറയുന്ന ഈ ചികിത്സാ വിധിയുടെ ഒരു പ്രാധാന്യം എന്താണ്? മനസ്സിനും ശരീരത്തിനും മൊത്തം ഒരു ഗുണം കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും യോഗയിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ ഈ യോഗ എത്ര മണിക്കൂർ? 1 മണിക്കൂർ നീളുന്നുണ്ട്. ഒരു മണിക്കൂറിൽ ഏകദേശം 1 മണിക്കൂർ അധികമൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇതുകൊണ്ട് നമ്മൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ രോഗികളും പല രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ വരാറുള്ളത്. അവർക്കൊക്കെ നമുക്ക് ഈ യോഗയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ? മിക്കവാറും ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ യോഗകൾ മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ പ്രയാസമുള്ളവരോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് തോന്നും. അല്ലാത്തത് മിക്കവാറും കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ പ്രകൃതി ചികിത്സയിൽ യോഗ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഫാക്ടർ തന്നെയാണ്. ഏറ്റവും നല്ലതാണ്. കാരണം പല അസുഖങ്ങളും മാറി വരാൻ യോഗ കൊണ്ട് പ്രയോജനപ്പെടുന്നുണ്ട്.
ഓക്കെ. ഈ പ്രമേഹം കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് ചികിത്സാവിധികൾ പ്രാചീന സമ്പ്രദായത്തിലുള്ള ഒരു ചികിത്സാവിധിയാണ് യോഗ. അപ്പോൾ പിന്നെ ഈ പ്രമേഹം കാര്യങ്ങൾക്കൊക്കെ യോഗയിൽ തൈറോയിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് യോഗയിൽ വിധിയുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. യോഗയിൽ ശരിക്കും പറഞ്ഞു വെച്ചാൽ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം ഒരു സാധാരണഗതിയിലേക്ക് വരാൻ യോഗ സഹായിക്കുന്നു. അതായത് ധനുരാസനം, ശലഭാസനം ഇതൊക്കെ കൂടുതൽ ഈ പാൻക്രിയാസിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കും. നമുക്കിവിടെ ഇപ്പോൾ ഒരു 15 ദിവസം വരെയൊക്കെയാണ് മുതലൊക്കെയാണ് നമ്മുടെ ഒരു മിനിമം ഇവിടെ വന്ന് നിൽക്കുന്നവർ. അപ്പോൾ ഈ 15 ദിവസം നമ്മൾ യോഗയിൽ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ പ്രകൃതി ചികിത്സയുടെ ഒപ്പം തന്നെ യോഗയും കൂടി കൊണ്ടുപോകുമ്പോൾ ഉള്ള ഗുണം കൂടുതലല്ലേ? ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു 14 ദിവസം നിൽക്കുമ്പോഴേക്ക് ഏകദേശം ആവശ്യമുള്ള യോഗയൊക്കെ ആളുകൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സൂര്യനമസ്കാരമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കറക്റ്റായിട്ട് പഠിച്ചിട്ട് തന്നെ പോകാൻ പറ്റുന്നത്. സൂര്യനമസ്കാരമാണ് ഇതിൽ നമുക്ക് സൂര്യനമസ്കാരമാണ് ഈ ആസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. സൂര്യനമസ്കാരമാണ്. സൂര്യനമസ്കാരം ശരിയായാൽ പിന്നെ വേറൊരു ആസനവും ചെയ്തില്ലെങ്കിലും സൂര്യനമസ്കാരം കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ട ബലവും സങ്കോചവും എല്ലാ ഗുണങ്ങളും കിട്ടും. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ ബ്രേക്ക്ഫാസ്റ്റ് സെഷനാണത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ കൊടുക്കുന്നത് അല്ലേ? നമുക്ക് ചായ, കാര്യങ്ങൾ, കാപ്പി അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ എന്താണിത്? ജാപ്പിയുണ്ട്. ജാപ്പിയിൽ എന്താ അമ്മ വരുന്നത്? ജാപ്പി പൊടിയായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ആ ജാപ്പിയാണ് നമുക്ക് രാവിലെ ഇവിടെ. അപ്പോൾ ജാപ്പി ഇല്ലാത്തവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കട്ട് ഫ്രൂട്ട്സ് ആണ്. കുറച്ച് ജ്യൂസുകൾ ഇരിക്കുന്നുണ്ട്. എന്ത് ജ്യൂസ് ഇരിക്കുന്നത്? ജ്യൂസ് ഇത് കുമ്പളങ്ങ, ഇതിൻ്റെ മാതളം, തണ്ണിമത്തൻ ജ്യൂസ്, പിന്നെ ജ്യൂസ് അടിച്ചതല്ലത് ആപ്പിൾ ജ്യൂസ്, പിന്നെ കട്ട് ഫ്രൂട്ട്സ്. ഇത് വരുന്നത് ചാമക്കഞ്ഞിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മൾ ഒരു ദിവസത്തെ പ്രകൃതിയുടെ ചികിത്സാവിധികളും നമ്മളുടെ ഒരു ദിവസം തുടങ്ങുകയാണ് നമ്മുടെ പ്രകൃതിയുടെ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെഷനാണിത്. എങ്ങനെയുണ്ട് അച്ഛാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ? ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ അച്ഛൻ വീട്ടിലെന്താ കഴിച്ചുകൊണ്ടിരുന്നത്? ഞാൻ 2 കഷ്ണം പുട്ട്, പിന്നെ കുറച്ച് കടലക്കറി, പിന്നെ ചായ. അവിടെ നിന്ന് പെട്ടെന്നല്ലേ ഇങ്ങോട്ട് വന്നത്? പക്ഷെ എനിക്ക് ഭയപ്പാടുണ്ടായിരുന്നു ഈ ഫ്രൂട്ട് മാത്രമായിട്ടപ്പോൾ. അപ്പോൾ അതിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റി, ഒരു ക്ഷീണവുമില്ല. ഞാൻ ഭയപ്പാടായിരുന്നു. ഞാൻ ഈ എപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ ചെറിയ പഴം മാത്രം തിന്നുമ്പോൾ ഇത് പോലെ എന്തെങ്കിലും പിന്നെ ആർക്ക് ഷുഗറുള്ള ആളാണ്, ഷുഗർ ഡൗൺ ചെയ്യുമോ ഇതൊന്നുമില്ല. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. നല്ല ഉണർവ് വരികയാണ്. രാത്രി എങ്ങനെ നല്ല ഉണർവ് വരിക, ഭയപ്പാടൊന്നുമില്ല. പക്ഷേ മുമ്പ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് രാത്രിയൊക്കെ നേരത്തെ വിട്ട സമയത്ത് വീണ്ടും കുറച്ചും കൂടെ കഴിക്കും. അതിൻ്റെ അഭിപ്രായമൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നാ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് 62,350 പിന്നെ എൻ്റെ കിലോ ഇപ്പോൾ 57,900 എത്തി. നല്ല കാര്യമല്ല. അല്ല അതല്ല, എന്നാലൊരു തടിയും മണ്ണോ എന്തെങ്കിലും വേണം. ആണുങ്ങളല്ലേ പാട്ട് വരെ പോകുന്ന അംശമുണ്ട്. എനിക്ക് പറയാം അങ്ങനത്തെ നോക്കിയല്ലേ, അതാ വേറൊന്നുമില്ല. കാരണം ഒരു സരിക്കുന്ന തടിയും മണ്ണോ മിനിപ്പല്ലുള്ള ആ ശരീരം നഷ്ടപ്പെട്ട് ശരിയായിട്ട് മെലിഞ്ഞ് എന്തോ ആളുകൾ മെലിയാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജിമ്മിലും ഡയറ്റും ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുഖമായിട്ടല്ലേ മെലിഞ്ഞ് കിട്ടുന്നത്. പിന്നെന്താ വെച്ചാൽ നടക്കുമൊക്കെ ഇവിടെ വന്ന ശേഷം നടക്കുമൊക്കെ എനിക്ക് വലിയ കിതപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ അനായാസം നടന്നു പോകാനുള്ള ഒരു എബിലിറ്റി. അച്ഛൻ എന്തായിട്ട് ഇവിടെ വന്നത്? എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. ഒന്ന് ആൻജിയോപ്ലാസ്റ്റിയാണ്, ഷുഗറുണ്ട്. അത് ശരിയാണ്, പറയാൻ പറ്റുമല്ലോ. ഷുഗറുണ്ടായിരുന്നു, പിന്നെ ഇത് പിന്നെ വലിവ്, ശ്വാസം മുട്ടൽ, പിന്നെ ഇച്ചിങ്, ചൊറിച്ചൽ, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതിൽ ഷുഗറിന് ഞാൻ രാവിലെ മരുന്ന് ഇൻസുലിൻ വെക്കും, ഉച്ചക്ക് മരുന്ന് കഴിക്കും, രാത്രി ഇൻസുലിൻ വെക്കും. ചെറിയ ഇൻസുലിനേ ഉള്ളൂ. പക്ഷേ 30 വെച്ച് പിന്നീട് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് കുറച്ചിട്ട് പിന്നെ ഒരു ഗുളികയും ഇൻസുലിൻ 12 ആക്കി. അങ്ങനെ നിയന്ത്രിച്ച് പോയായിരുന്നു. അപ്പോൾ കൺട്രോളിൽ നല്ല ഒരു 7.6 7.6 എൻ്റെ H1 A1C. അപ്പോൾ പൊടുന്നതിന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് ഈ ഭക്ഷണ രീതി നോക്കുമ്പോൾ ഷുഗർ വളരെ ലെവൽ കുറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ രാവിലെയും രാത്രിയും ഇൻസുലിൻ എടുക്കുന്നില്ല. ഇൻസുലിനെ പൂർണ്ണമായി ഒഴിവാക്കി. ഇപ്പം നോക്കുമ്പോൾ 120.
ഇപ്പോഴും ഞാൻ ബ്ലഡ് പ്രഷർ 120 ഒരു 120, 130, 140 ഇടയിൽ കിട്ടുന്നുണ്ട് ഫാസ്റ്റിങ്. മുമ്പതിനകത്തല്ല 160 ഉള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. ഇപ്പോൾ വെച്ചാൽ മരുന്നില്ലാതെ തന്നെ ഇപ്പം എത്ര ദിവസങ്ങളായി മരുന്ന് കഴിക്കാതെ, ഇൻസുലിൻ വെക്കാതെ. ഇപ്പോൾ ഇന്നലെ 109 ഞാൻ 130 ഇന്ന് 120 ആയിരുന്നു. അപ്പോൾ ഇൻസുലിൻ വെക്കാതെ ഒരു ഷുഗർ രോഗിക്ക് ഇവിടുത്തെ ഈ ഭക്ഷണ രീതി കൊണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അച്ഛൻ എത്ര വർഷമായിട്ട് ഷുഗറിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ട്? 13 കൊല്ലമായി. ഷുഗർ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്? 10. ഇൻസുലിൻ വെക്കാൻ തുടങ്ങിയിട്ടോ? ഇൻസുലിൻ വെക്കാൻ 1 മാസമേ ആയിട്ടുള്ളൂ. അതെ അല്ലേ? 1 മാസം, ഒരു മാസമേ ആയിട്ടുള്ളൂ. 1 മാസമല്ല, 2 മാസമേ ആയിട്ടുള്ളൂ. ഇൻസുലിൻ വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ബോധം വന്നിങ്ങി പോന്നു? ഇൻസുലിൻ വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പ്രകൃതി എന്നുള്ള ബോധം അല്ല, ഈ ചൊറിച്ചിൽ വന്നപ്പോൾ എനിക്ക് പ്രകൃതിയായിട്ട് അനുസൃതമായി ജീവിക്കണം തോന്നി. അങ്ങനെയാണ്. അങ്ങനെയൊന്നുമല്ല, എന്തോ കൊണ്ട് ഒരു നിയോഗം പോലെ ഇവിടെ എത്തിപ്പെട്ട നിമിത്തം. അതാണ് എൻ്റെ അഭിപ്രായം, മറ്റൊന്നുമില്ല. ഇപ്പം ഇവിടെ ഹാപ്പിയാണ്? ഇപ്പം ഇവിടെ ഹാപ്പിയാണ്, ശരിക്കും ഹാപ്പിയാണ്. ശരിക്കും ഫുഡൊക്കെ നമുക്ക് ഫുഡൊക്കെ നിറച്ച ഫുഡ് തന്നെയാണ്, നല്ല ഫുഡ് തന്നെയാണ്. അല്ലാതെ അത് തന്നെ ഞാൻ പിന്നെ 6 മണിക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 കഴിഞ്ഞ് 2-3 മണിയാകുമ്പോൾ 2:15 വില ഷുഗർ ഡൗൺ ചെയ്യലോ അല്ലെങ്കിൽ ഷുഗർ വരുത്തലോ ഒന്നുമില്ല. 6 മണിക്കാണ് ഇവിടെ ഡിന്നർ കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുഡില്ല. ഫുഡില്ല. അത് കഴിഞ്ഞാൽ രാത്രി ആയാലും ഷുഗറിൽ വേരിയേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല, ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല. രാവിലെ ഇപ്പം നോക്കി ഉഷാറാണ്. അത് നല്ല തന്നെ. പക്ഷേ എൻ്റെ ഈ ചൊറിച്ചിൽ അത്ര കുറയുന്നുണ്ട്, അത്ര പൂർണ്ണസ്ഥിതിയിലെത്തിയില്ല. കുറച്ച് ദിവസം കൂടി വേണ്ടി വരും അല്ലേ? എന്തായാലും പ്രകൃതിയിൽ വിശ്വാസം തന്നെയാണ്. പ്രകൃതി ചികിത്സയിൽ വിശ്വാസം വന്നുപോയി. കാരണം അത് തന്നെയാണ്. ഞാൻ മുമ്പേ അങ്ങനെ അത്ര കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയോ ഓവർ ബോഡി. പക്ഷേ എൻ്റെ ഈ വെയിറ്റ് എങ്ങനെ പോയി എന്ന് എനിക്ക് തിരിയുന്നില്ല. അതിനുവേണ്ടി ആളുകൾ ലക്ഷങ്ങളാണ് മുടക്കുന്നത്. കുടലില്ല. എന്നോടൊപ്പം ആളുകൾ എന്നെ കണ്ട കുടൽ കുത്തു, ഇന്ന് കുറക്ക് വേണ്ടി. ഇപ്പം അതുമില്ല. നല്ല വയറായിരുന്നു, ഇങ്ങനെ ഗർഭിണീനെ പോലെ വയറായിരുന്നു. ഈ രണ്ടും കൊടുക്കിടാൻ പറ്റില്ല. ഇവിടെ ഗർഭിണിയൊക്കെ മാറി. ഡെലിവറി കഴിഞ്ഞു. ജേക്കബ് സാറ് ഡെലിവറി എടുത്തു. ഇവിടെ ശരിക്കും എന്തെങ്കിലും മാജിക് ആണോ നടക്കുന്നത്? മാജിക് എന്ന് പറയാൻ പറ്റില്ല. ഇത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സ, ഭക്ഷണ രീതികൾ തന്നെയാണ് വരുന്നത്. അല്ല, ഇത്രയും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങൾ നമ്മൾ ഫുഡ് കൊണ്ട് മാത്രം മാറുക എന്ന് പറഞ്ഞാൽ അതൊരു മാജിക് തന്നെയാണോ? ശരിക്കും ജേക്കബ് സാർ മജീഷ്യൻ ആണോ? അല്ല, അത് ഷുഗർ ഞാൻ പിന്നെ ഇതും ഷുഗറുള്ള സാധനമാണ്. ഷുഗറുള്ള പപ്പായാണ് ഷുഗറുള്ള ആളെ കഴിക്കുന്നത്. ഇതാണ് ഡെയിലി കഴിക്കുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ 180, പിന്നെ 2-3 ദിവസം 136 ഉള്ളൂ. ഈ പപ്പായ കഴിച്ചിട്ട് ശേഷം 150 താഴെ. ഫ്രൂട്ട്സ് ഒരിക്കലും ഷുഗർ കൂട്ടുന്നില്ല എന്നാണ്. ഞാൻ എന്ത് പറയുന്നത് 138 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നില്ല. അതാ ഉറപ്പോട് കൂടി പറയുന്നത് ഇവിടുത്തെ ഷുഗർ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും. ഈ പ്രകൃതി ചികിത്സ കൊണ്ട് ഷുഗർ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും. ഉറപ്പാണ്. ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് വന്നിട്ട് രോഗിയായിട്ട്, ഇപ്പോൾ രോഗിയെന്നല്ല, ബൈസ്റ്റാൻഡറായിട്ട് വന്നിട്ട് പ്രകൃതിയോട് ഇണങ്ങിയ ഒരാളാണ് ഇരിക്കുന്ന അങ്കിളുടെ വൈഫ് സവിത ആൻറ്റി. ആൻറ്റി എങ്ങനെയായിരുന്നു അങ്കിളുമായിട്ട് ഇവിടെ വന്നത്? ഇത് തന്നെയാണ് മുഴുവൻ സ്ഥലത്തും കണ്ണൂർ ജില്ലയിലെല്ലായിടത്തും കാണിച്ച്. അപ്പോൾ ലാസ്റ്റ് മകളുടെ ഭർത്താവ് ഇതുമായിട്ട് കുറച്ച് പ്രകൃതി ഇതുമായിട്ട് പോകുന്നതാണ്. അവനാണ് ഇവിടെ കൊണ്ടാക്കിയത് നമ്മളെ. അപ്പോൾ ആദ്യമൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് തോന്നി എന്തായാലും ഇതൊന്ന് ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഷുഗർ ഉള്ളതാണ്, ഞാൻ 6-7 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രമിച്ച് നോക്കാമെന്നുള്ള ഇതിൽ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ നിന്നോന്ന്. അങ്ങനെ 4-5 ദിവസം കൊണ്ട് തന്നെ എൻ്റെ 2 നേരമുള്ള ഷുഗറിൻ്റെ ഗുളിക സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ നോർമൽ ഷുഗറാവുള്ളൂ. അപ്പോൾ അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമായി. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടാകുമ്പോൾ
ഇതേപോലത്തെ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിൽ നിന്ന് കഴിക്കുമായിരുന്നോ? ഇല്ല ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ലെന്നല്ലേ നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സ് പറയുന്നത്? അല്ല, മിക്ക ഫ്രൂട്ട്സും നമുക്ക് പാടില്ല എന്നുള്ളതല്ലേ അലോപ്പതിയിൽ പറയുന്നത്? അത് അവരെ ഡോക്ടർ നിർദ്ദേശിച്ച മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം എല്ലാം കഴിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും തണ്ണിമത്തം കഴിക്കാൻ പാടില്ല, പിന്നെ സപ്പോർട്ട് കഴിക്കാൻ പാടില്ല, നേന്ത്രപ്പഴം കഴിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് അലോപ്പതി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മളിവിടെ എല്ലാം കഴിക്കുന്നില്ല. എന്നിരുന്നാലും ഞാൻ സപ്പോർട്ടീവും നേന്ത്രപ്പഴം കഴിക്കുന്നില്ല. പക്ഷേ ഉറപ്പ് വന്നു തണ്ണിമത്തം കഴിച്ചപ്പോൾ ഷുഗർ ഇല്ലാന്ന് ഉറപ്പ് വന്നു. ഇന്നത്തെ തണ്ണിമത്തം കഴിച്ചു, എല്ലാ ദിവസവും കഴിച്ചിട്ട് ഒരു എല്ലാ കുഴപ്പമില്ല. ദിവസം കഴിച്ച് ഇപ്പോൾ പൂർണ്ണ ബോധിയായി. ഒരു കുഴപ്പമില്ല. നമ്മൾ 2 ദിവസം കൂടി ഉണ്ട്, 21 ദിവസമാവും ഇപ്പോഴത്തേക്ക്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇതേപോലെ തന്നെ കുറച്ച് നാൾ കൺട്രോൾ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇവിടുന്ന് ഹാപ്പി ആയിട്ട് പോകാം. പ്രകൃതിയായിട്ട് ഇണങ്ങി. പ്രകൃതിയായിട്ട് ഇടക്കും. അപ്പോൾ പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലാതുകൊണ്ട് നമ്മൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ പോകാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം. ആൻറ്റിക്ക് എത്ര kg കുറഞ്ഞു? എനിക്ക് 2.5. അല്ല, നമ്മൾ സ്ത്രീകൾ പൊതുവെ വണ്ണം കുറക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. ഞാൻ 53 കിലോ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 51 51 ഇപ്പോൾ. ഇവിടെ അസുഖങ്ങളില്ലാത്തവരും ഇവിടെ പ്രകൃതി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര്, വണ്ണം കുറക്കാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇവിടുത്തെ ഒരു ഭക്ഷണ രീതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അസുഖങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കാനുള്ളൊരു വെയിറ്റിംഗ് വേണ്ട. ശരിക്കും അതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഇവിടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വരുന്നവരാണ് ഇവിടെ ഏറ്റവും ഭാഗ്യം ചെയ്തവരെന്നാണ് ഞാൻ പറയുക. ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വരുന്നവർ അസുഖം ഇല്ലാണ്ട് വന്നു, ബാക്കിയുള്ളവരുടെ കണ്ടിട്ട് അവർ പ്രകൃതിയായിട്ട് അങ്ങ് ഇണങ്ങി, പിന്നെ അവർക്ക് അസുഖം വരാണ്ട് നോക്കണം. ബൈസ്റ്റാൻഡേഴ്സിന് ഒരുവിധ അസുഖം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദേ ആർ മോർ, അവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പോകുന്നത്. രോഗം അല്ല, അങ്ങനെ സന്തോഷം വേണ്ട. സുഹൃത്തിന് പൂർണ്ണമായി പോയിട്ടില്ലല്ലോ. കുറച്ചൊരു കുറവെന്നല്ലാതെ അതിപ്പം മരുന്നൊക്കെ നിർത്തിയില്ലേ? മരുന്ന് നിർത്തി, എല്ലാം നിർത്തിയില്ലേ? ഇത്രയും വർഷം പറ്റാത്തതൊക്കെ പറ്റിയില്ലേ? അതെ, ഷുഗറിൻ്റെ മരുന്ന് പൂർണ്ണമായി നിർത്തി. പൂർണ്ണമായിട്ട് ഡോക്ടർ ഒരു ഗുളിക വാങ്ങിക്കുന്നുണ്ട് ഉച്ചക്ക്, ബാക്കി ഇൻസുലിൻ കംപ്ലീറ്റ് നിർത്തി. ഇൻസുലിൻ അതിൻ്റെ കൂടെ അനുബന്ധിച്ച് ഗുളിക. ഇനിയിപ്പോൾ ഹാപ്പിയാണോ? എനിക്ക് ഹാപ്പി ചെയ്യാറ്. രാഘവനങ്ങൾ എന്തായിട്ടായിരുന്നു ഇവിടെ വന്നത്? എനിക്ക് കാലിൽ ചെറിയൊരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു. സ്ട്രോക്ക് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു സ്ട്രോക്ക് ഉണ്ടായതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു BP ജാസ്തി, അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ മിംസിൽ പോയി ഇഞ്ചക്ഷൻ മിംസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അതെ അല്ലേ? മിംസിൽ അവിടെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറവുണ്ടായിരുന്നോ? കുറവുണ്ടായിരുന്നു. പിന്നെ 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 ഇവിടെ വന്നപ്പം ഇപ്പോൾ 126/80 ആണ് BP നോർമലാണ്. BP നോർമലായി. പിന്നെ എല്ലാം ഇപ്പോൾ സുഖമായി പോകുന്നത്. ഫുഡൊക്കെ ഇതൊക്കെ തന്നെയാണ്? ഫുഡൊക്കെ നല്ലതാണ്. ഫുഡൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മൾ വീട്ടിൽ തന്നെയാണ് കാലഘട്ടങ്ങൾ ഉപയോഗിച്ചു. വർഷങ്ങളായിട്ട് പ്രകൃതി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പ്രകൃതിയെ പറ്റിയിട്ടുള്ളൊരു ഇത് വന്നത് എവിടെ നിന്നാണ്? എൻ്റെ അനിയത്തിയാണ് ആദ്യം ഇതിൽ വന്നത്. ഭാഗ്യത്തിൽ എന്ന പേര്, അവളത് കൊണ്ടുവന്ന്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിലെല്ലാവരും ഇത് തന്നെയാണ്, ആൻറ്റിയും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്? എല്ലാവരും ഇത് തന്നെ ഫോളോ ചെയ്യുന്നവരാണ്. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അസുഖങ്ങൾ വന്നാലും ഡോക്ടർ അലോപ്പതിയിലേക്ക് പോക്കില്ല, ഇത് തന്നെയാണ് അപ്പോഴും ചെയ്യുന്നത്. എത്ര വർഷമായി ഇപ്പോൾ? 20 വർഷമായിട്ട് പ്രകൃതി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെയാണ് ഇവരും. ഇവിടെ രോഗിയായിട്ട് വന്ന് ഡോക്ടറായിട്ട് മടങ്ങാമെന്ന് പറയുന്നതാണ്. ഇവിടെ ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാമല്ലോ. സ്വന്തമായിട്ട് വന്നാലും നമ്മൾക്ക് തന്നെ ട്രീറ്റ് ചെയ്യാമല്ലോ. ഉപവാസം, ഇളനീരും മാത്രം കുടിക്കും. കംപ്ലീറ്റ് ക്യൂർ ആവാറുണ്ട് അതുവഴി? നോർമലാകും. എല്ലാം പ്രകൃതി കൊണ്ട് തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിൽ വിശ്വാസം പണ്ട് മുതലേ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ 20 വർഷമായിട്ട് പ്രകൃതി ചികിത്സ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴും അവർ ഒരു സ്ട്രോക്കിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടും ഇവിടെ തന്നെ തിരിച്ചു വന്നത് ഇതുകൊണ്ട് നമുക്ക് മാറും എന്നുള്ള അത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ആൻറ്റി ബൈസ്റ്റാൻഡറായിട്ട് വന്നതാണോ? അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് ആൻറ്റിക്കുള്ളത്? അല്ല, ബൈസ്റ്റാൻഡർക്കുള്ള വേറെ ഫുഡാണോ കഴിക്കുന്നത്? ഇത് തന്നെ.
വൈകുന്നേരം ഫ്രൂട്ട്സ്, ഉച്ചയ്ക്ക് ഇവരുടെ എല്ലാവരുടെയും തന്നെ കഴിക്കാം. എല്ലാം ഓക്കെയാണ് അവിടുത്തെ. ഈ കഴിച്ച് ഫോളോ ചെയ്ത് ശീലമായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ചേഞ്ചസ് ഒന്നും പ്രത്യേകിച്ച് വരില്ല. ചായ കാര്യങ്ങൾ നേരത്തെ കുടിക്കുമായിരുന്നു? കാപ്പി കുടിച്ചിട്ടുണ്ട്, രാവിലെ കാപ്പി കുടിച്ചിട്ടുണ്ട്. അത് ഇവിടെ വന്ന ശേഷം കിട്ടും. സ്റ്റോപ്പ് ചെയ്തു. ഇവിടുത്തെ ജാപ്പി ഓക്കെയാണ്. വീട്ടിൽ അതുമാതിരി തന്നെ. അല്ല, കവി പറഞ്ഞ പോലെ വെണ്ണയോ വെണ്ണിരാവോ 60 വയസ്സ് കഴിഞ്ഞോലും 60 വയസ്സ്. 60 വയസ്സ് അതാ പറഞ്ഞത്. ഇതിന് പ്രതിചികിത്സ കൊണ്ടാവും. പ്രതിചികിത്സ ഇപ്പോഴും ചികിത്സ കൊണ്ട് തൽക്കാലം ഒന്നുമല്ല. ഞാനിപ്പോൾ അട്രാക്സ് ചെയ്യിക്കാൻ പോയി പിന്നെ കഴിച്ചു ചോദിച്ചാൽ തൽക്കാലം നിർത്താൻ പിന്നെ രൂക്ഷമായി വരുന്നത്. വെറുതെ ഇങ്ങനെ കൊടുക്കുകയെന്നല്ലാണ്ട് അത് പൂർണ്ണമായും മാറി കിട്ടുന്നില്ല. ഇതായി മാറിയാൽ പിന്നെ വരില്ല. ഇതാണ് അതിന്റെ പ്രകൃതി. അഥവാ എന്നാൽ പറ്റിപ്പോയി ഹോമിയോ ചികിത്സയാണ് ഞാൻ ഇപ്പോൾ എടുക്കല്. ഇവിടെ ഗുളിക തന്നെ ഇല്ലല്ലോ, എല്ലാം ഫ്രൂട്ട്സ് മാത്രമാണ്. ഫ്രൂട്ട്സ് മാത്രം. അങ്ങനെ ഈ BP ലോ ആയ സമയത്ത് അല്ലെങ്കിൽ ഈ സ്ട്രോക്കിന്റെ അവസ്ഥയിൽ ഹൈ ആയ സമയത്ത്, ഓക്കെ, ഇത് ഹൈ ആയ സമയത്ത് സ്ട്രോക്കിന്റെ അവസ്ഥയിലേക്ക് പോയപ്പോൾ ടാബ്ലറ്റ് എടുത്തിരുന്നു? എനിക്ക് സ്ട്രോക്കാണെന്ന് അറിയില്ല. പിന്നെ മിംസിൽ പോയപ്പോൾ അവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടാബ്ലറ്റ് എടുത്തിരുന്നോ? ആ ടാബ്ലറ്റ് ഒക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു? ഇവിടെ വന്നിട്ടാ സ്റ്റോപ്പ് ചെയ്തു? 7 ദിവസമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വല്ല കുഴപ്പം? വേറെ BP വേരിയേഷൻസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇവിടുത്തെ നോർമൽ കുറഞ്ഞു അല്ലേ? ഓക്കെ. ഇവിടെ നോർമൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഷുഗറിൽ വേരിയേഷൻ എന്തെങ്കിലും? ഷുഗർ ഇല്ല. ഓക്കെ. ആൻറ്റി ഹെൽത്തിയാണ്? ഇത്രയും വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾ ഹെൽത്തി ആണോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഇവിടെ 2 കിലോ കുറഞ്ഞു. ഇവിടുത്തെ ക്ലാസ് കേട്ടു ഡോക്ടറെ ഈ 4-ാം തീയതി. അപ്പം ഡോക്ടർ പറഞ്ഞ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഇന്നലെയാണ് വന്നത്. ഓക്കെ. എവിടെ വീട് എവിടെയാണ്? ഞാൻ നാദാപുരം. നാദാപുരമാണ്. അപ്പം നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? ഞാൻ സ്പൈനലിന് ബ്ലോക്ക് ഉണ്ട് എന്ന് അറിഞ്ഞത് എവിടെ കാണിച്ചിട്ടായിരുന്നു? ഞാൻ MRI സ്കാൻ ചെയ്തിട്ട്. അല്ല, ഏത് ഹോസ്പിറ്റലിലായിരുന്നു പോയത്? ഞാൻ വടകര സാധാരണ ഹോസ്പിറ്റലിൽ നിന്നാണ് MRI ചെയ്തത്. അവർ ഫർദർ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നോ? സർജറിയാണ് പറഞ്ഞത്. സർജറിയാണോ പറഞ്ഞത്? അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? ജേക്കബ് സാർ എന്താ പറഞ്ഞത്? ഒന്ന് നോക്കിയിട്ട് ലാസ്റ്റ് സർജറി അങ്ങനെയാണെങ്കിലും ഒന്ന് മാറുകയാണെങ്കിൽ അതെ വലിയൊരു ഓപ്ഷൻ തന്നെയാണല്ലോ അത്. ഇപ്പൊ എത്ര ദിവസമായി എത്തിയിട്ട്? ഞാൻ ഇന്നലെ എത്തിയിട്ടുള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ടുള്ള ചേഞ്ചസ് എങ്ങനെയുണ്ട്? ഫുഡിലേക്കൊക്കെയുള്ള? ഫുഡിലേക്ക് നല്ല വിശപ്പുണ്ട്. അത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും അത് മാറി കിട്ടുന്നത്. എന്നാലും ഹെൽത്തിയാണ്, കുഴപ്പമില്ല. അച്ഛനും ഒക്കെ ആദ്യം നല്ല വിശപ്പുണ്ടായിരുന്നതല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നിറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ ആയിക്കോളും അല്ലേ? ഷുഗർ, പ്രഷർ അങ്ങനെ എന്തെങ്കിലും? പ്രഷർ ഉണ്ടായിരുന്നു. ഞാൻ 4-ാം തീയതി ക്ലാസ്സിന് ശേഷം ആംലാങ് 5 കഴിക്കുന്നായിരുന്നു. അത് ഞാൻ ഓൾറെഡി നിർത്തി. അതിന് ശേഷം ഭക്ഷണം ലേശം കുറച്ച്. ഒരു ക്ലാസ് കൊണ്ട് ജീവിതം മാറാൻ പറ്റും? അല്ല, ഞാൻ ചെക്ക് ചെയ്യായിരുന്നു. അപ്പം നോർമൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതെ അല്ലേ? അപ്പം അതുവരെ 1 വർഷത്തോളം മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു. 5 കഴിച്ചുകൊണ്ടിരുന്നു. ഇന്നും നോർമലാണ്. BP ചെക്ക് നടുവേദനയുണ്ട് ഇപ്പോൾ? വേദനയായിട്ടില്ല, കാലിന് തരിപ്പ് മാത്രം. കാലിന് തരിപ്പാണ്. അപ്പോൾ ഇവിടെ ചെന്നിനായകം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. മണ്ണ് തേക്കലുണ്ട്. വെയിൽ കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്? വെയിൽ കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സൂര്യസ്നാനം. മോള് യോഗ അറ്റൻഡ് ചെയ്യുന്നുണ്ട്? യോഗ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. യോഗ അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് ഈ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം ചെറിയ ഡബിളായിട്ട് പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോൾ പറഞ്ഞു അത് പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രേഡ് 1 ആണ്. ഗ്രേഡ് 3 ഏറ്റവും ലോ. അതുകൊണ്ട് അപ്പോൾ ഡ്യൂട്ടാസ് T എന്ന് പറഞ്ഞൊരു ഗുളിക കഴിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇനി അത് ആവശ്യമില്ല, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വിഷമമുണ്ട്. അത് ഏറ്റവും ലോവറല്ല, അപ്പോൾ അത് താഴെ ഉള്ളത് കൊണ്ട് കഴിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഈ ഭാഗത്ത് ചെറിയ തടിപ്പ് പോലെ ചെറിയൊരു ഘനം പിടിച്ച പോലെ ഈ ഉഷ്ണത്തിന് നേരെ മേലെയായിട്ട് വലത്തെ ഭാഗത്ത് ചെറിയൊരു എപ്പോഴും ഒരു ഗ്യാസ് വന്ന് വീണ പോലെ ഒരു ആക്ഷൻ തോന്നിച്ചാൽ. മൂത്രത്തിറങ്ങാറൊന്നുമില്ല. പിന്നെ ചെയ്യുമ്പോൾ വിട്ട് പോകുന്നില്ല. നല്ല ഫ്ലോ ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ചെറിയ എപ്പോഴും അപ്പോൾ ഞാൻ വരെ ഇത് ക്യാൻസർ വരാൻ പോകുന്നു എന്തെങ്കിലും ഇതിനോട് മുളച്ചതിൽ മാറ്റി. അപ്പോൾ അത് ഇത് കഴിച്ച ശേഷം അത് മാഞ്ഞു പോയാൽ അതില്ല. അതാ പ്രധാനപ്പെട്ട കാരണം. അതാ പ്രധാനപ്പെട്ട കാരണം. അത് നമ്മളെ ഈ ക്യാൻസറല്ല, നമ്മളെ പോസിറ്റീവ് ഗ്ലാൻഡിൻ്റെ വളർച്ച ശരിക്കും ഈ പ്രകൃതി ചികിത്സ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന 100% ഉറപ്പാൻ തരത്തരുത്.
അപ്പോൾ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ ഒരു പ്രധാന ചികിത്സാ വിധിയാണ് നമ്മുടെ സൺബാത്ത് എന്ന് പറയുന്നത്, സൂര്യസ്നാനം. സൂര്യസ്നാനം നമ്മളുടെ പോക്ക് വെയിൽ കൊള്ളുന്ന ഒരു ചികിത്സാ രീതിയാണത്. സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് പതിപ്പിച്ചുകൊണ്ട് നമ്മളുടെ അസുഖത്തിനുള്ള ചികിത്സാവിധി കണ്ടെത്തുന്ന ഒരു രീതിയാണത്. അപ്പോൾ സൺബാത്തിനായിട്ട് രാവിലെ തന്നെ യോഗയൊക്കെ കഴിഞ്ഞ് ഒരു സൺബാത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അമ്മമാർ. അമ്മ പറയേ, എന്തായിരുന്നു അസുഖമായിട്ടാണ് വന്നത് ഇവിടെ? വാദത്തിൻ്റെ അസുഖം. വാദമായിരുന്നു. ഏത് വാദമായിരുന്നു? ആമവാദം. ആമവാദമായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? വന്നിട്ട് 20 ദിവസമായി. ഇപ്പോൾ 20 ദിവസമായി. ഇപ്പോൾ വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? വരുമ്പോൾ ഇങ്ങനെ വേദന ഉണ്ടേനി, കുറഞ്ഞ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് വേദന കൂടി. സാറ് പറഞ്ഞ് അത് വേദന അധികരിച്ചിട്ട് കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട് അവസ്ഥ? ഇപ്പം 2 കാലിനും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കാലിന് മാറ്റമുണ്ട്. പിന്നെ കഴുത്തിൻ്റെ വേദനക്ക് ആക്കുന്നുണ്ട്, കുറവുണ്ട്. വേറെ ഏതെങ്കിലും മരുന്ന് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. 10 ഒരു 7 വർഷം 8 വർഷം ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിരുന്നു. പിന്നെ ആയുർവേദം കുടിച്ചിട്ടുണ്ട്. അതിലൊന്നും കുറവ് കാണിച്ചില്ല. മരുന്ന് കഴിക്കുമ്പോൾ വേദന മാറും. മരുന്ന് കഴിച്ചും കൊണ്ടിരിക്കണം. ഇതിൽ മരുന്നൊന്നുമില്ല. ഇത് സാറേ ഫുഡ് മാത്രം. ഇതാണ് എളുപ്പം. ഫ്രൂട്ട്സും അങ്ങനെ ഫുഡ് മാത്രം. പിന്നെ അവരെ ചികിത്സ. ഇതുകൊണ്ട് ഇപ്പം നല്ല വ്യത്യാസമുണ്ട് അമ്മയ്ക്ക്? മാറ്റമുണ്ട്. വേറെ ചികിത്സാ രീതിയിൽ നിന്ന് അമ്മയ്ക്ക് ഇതിലെന്താ വ്യത്യാസം തോന്നിയത്? അങ്ങനെ നമ്മളിപ്പോൾ അമ്മ വേറെ കുറേ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, അലോപ്പതി കഴിച്ചിട്ടുണ്ട്, ആയുർവേദം കഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മുടെ ഈ പ്രകൃതി ചികിത്സയിലേക്ക് വന്നപ്പോൾ ഉള്ള വ്യത്യാസം അമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്തത്? ഗുളിക കഴിക്കാതെ ഞങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വന്ന് ഈ ചികിത്സയിൽ വന്ന് വേറെ ശരീരത്തിന് വേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല? അതൊന്നും വന്നിട്ടില്ല. ഇവിടെ ഹാപ്പിയാണ്. പൊന്തിക്കുന്നുണ്ട്. കൈയിൻ്റെ വരുമ്പോൾ കഴുത്തിന് വേദന, പിന്നെ സൈഡിൽ നിന്നൊക്കെ വേദന ഉണ്ടായിരുന്നു. അതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ രീതിയിൽ അമ്മയ്ക്ക് തുടങ്ങിയത്? അങ്ങനെ ചന്യായം തേക്കും, പിന്നെ മണ്ണ് തേക്കും, പിന്നെ കക്കിരിക്ക കണ്ണിന് വെക്കും, പിന്നെ നെല്ലിക്ക അരച്ച് തലയിലിടും, പിന്നെ തോർത്തുമുണ്ട് നനച്ചിട്ട് ഞങ്ങളെ വയറിന് കെട്ടും, പിന്നെ മണ്ണ് കുഴച്ചിട്ട് പിന്നെ വയറിന് വെക്കും, പിന്നെ ഉരുളക്കിഴങ്ങ് അരച്ചിട്ട് 2 മുട്ടിൻ്റെ താഴെ വെക്കും. പിന്നെ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ എനിക്ക് തണുപ്പ് കൂടിയപ്പോൾ സാറ് പറഞ്ഞു ഇനി തണുപ്പ് ഒഴിവാക്കി നമുക്ക് ചൂടാക്കാന്ന് പറഞ്ഞു. ശരീരത്തിൻ്റെ അപ്പോൾ ഈ തണുപ്പ് ഈ തേക്കുന്നത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ചൂട് പിടിക്കുകയാണ് സാറ്. അതല്ലേ, കുറേ ദിവസം റൂമിൻ്റെ അകത്ത് തന്നെയായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി തുടങ്ങി. അത്രയും ഒരു വ്യത്യാസം ഫുഡ് കൊണ്ട് മാത്രം വന്നു. ഫുഡ് മാത്രം, ഒരു മരുന്നും ഇല്ലാണ്ട് ഫുഡ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു രോഗം കണ്ടീഷനിൽ നിന്ന് അമ്മ അകത്ത് നിന്ന് പുറത്ത് വന്ന് തുടങ്ങിയിരിക്കുന്നത്. അമ്മ ഇപ്പോൾ ഹാപ്പിയാണ്. മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതെ അല്ലേ, പൂർണ്ണമായിട്ട് മാറുന്നൊരു വിശ്വാസമുണ്ട്. ഫുഡ് കൊണ്ട് മാത്രം. അതൊരു മാജിക് ആണോ ശരിക്കും? ശരിക്കും ജേക്കബ് സാർ ഒരു മജീഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും നല്ല സ്വീകരണം. എല്ലാവരും 14 ദിവസം കൊണ്ട് തന്നെ മാറി ചികിത്സ കഴിഞ്ഞ് പോകുന്നത്. വരുന്നവരൊക്കെ ഹാപ്പി ആയിട്ടാണ് പോണത്. മൈഗ്രെയിൻ്റെ തലവേദന എല്ലാ അസുഖം മാറിയിട്ടാണ് പോണേ. എൻ്റെത് കുറച്ച് ഡോക്ടർ പറഞ്ഞ മാതിരി വഴുകിപ്പോയി, കുറച്ച് പഴക്കം വന്ന രോഗമായിപ്പോയി. അതാണ് ഇത്രയും സമയം പിടിച്ചത്. എന്നിട്ട് പോലും ഇപ്പം ഇത്രയും വ്യത്യാസം ഉണ്ട് നമുക്ക്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഗുളികയൊന്നും കഴിക്കണ്ട, എവിടെയും കിടക്കണ്ട, ഉറങ്ങി കിടക്കണ്ട. അതുപോലെ തന്നെ എല്ലാവർക്കും മാറ്റി കൊടുക്കട്ടെ, സുഖമായിട്ട് ഇവിടുന്ന് പോകാനുള്ള. എല്ലാവരും വന്നവരൊക്കെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അതെ അല്ലേ, അമ്മയും ഹാപ്പിയാണ്. അപ്പോൾ ഈ വെള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞതാണ്. ഇപ്പോൾ ഇങ്ങനെ വേദന പിന്നെ വന്ന് കൂടിയെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് സൂര്യപ്രകാശവും വെയിലും നല്ലോണം കൊണ്ടോളി, വെള്ളം ഇട്ടാൽ മതി വെയിൽ കൊള്ളുന്ന സമയത്ത്. വെയിൽ കൊള്ളുന്ന ടൈമിൽ വെളിച്ചം കൂടുതൽ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയുടെ ബൈസ്റ്റാൻഡറാണ്. എത്ര ദിവസമായി ഇപ്പോൾ അമ്മയുടെ കൂടെ? 20 ദിവസമായി. ആൻറ്റി വന്നിട്ട്? ഞാൻ വന്നിട്ട് 5 ദിവസമായിട്ടുള്ളൂ. അതെ അല്ലേ. ഇവിടുത്തെ നമ്മുടെ രീതികളൊക്കെ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് പ്രകൃതി ചികിത്സയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് തോന്നിയത്? ഇവിടെ വന്നിട്ട് നല്ലൊരു മാറ്റങ്ങളുണ്ട്, സുഖം നല്ല ഇതുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി. ഇവിടെയുള്ള എല്ലാവരും നേഴ്സുമാരാട്ടെ എല്ലാവരും നല്ല ഇത് സ്വീകരണം ഉണ്ട്. എടുക്കും. അങ്ങനെ ഇപ്പോൾ
കാലിന് ആദ്യം കഴുത്തിൻ്റെ വേദന വന്ന്, പിന്നെ കൈയിൻ്റെ വേദന വന്ന്, പിന്നെ കാലിൽ രണ്ടും നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന്, അങ്ങനെയായി ഞങ്ങളെല്ലാം ബേജാറായി. പിന്നെ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിലായി. അങ്ങനെയാണ് അവളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഉഷ എന്ന് പറഞ്ഞ അവൾ പറഞ്ഞ് ഇങ്ങനെ നല്ല സ്ഥലമുണ്ട്, എൻ്റെ അസുഖം മാറിയതല്ല അവിടെ നിന്നാണ്, നിങ്ങൾ അവിടെ ഒന്ന് കൊണ്ടുപോയിക്കോളിന്ന്. ആ ഓളെ മുഖം ഒരു ഭാഗം കൂടിപ്പോയിന്. അതെ, അവിടുന്ന് അവിടുന്ന് ഓള് നല്ല വിജയം കിട്ടി. നല്ല ഉഷാറായി ആള്. ഇപ്പൊ ഇന്നലെ ഇവിടെ വന്നിന് ഓളെ കാണാന്, ഭാര്യയും ഭർത്താവും. ആ അത് നല്ല ഇതാണ്. അവിടെ നിന്നൊക്കെ ശരിയായി വന്നല്ലേ? അതെ അല്ലേ? ഇവിടം കൊണ്ട് ഓൾക്ക് മെച്ചായത്. അപ്പൊ ഞങ്ങൾക്കൊരു പൂർണ്ണ അതെ അല്ലേ? കുളത്തറാണ്. അപ്പോൾ പിന്നെ ആ കുട്ടി പറഞ്ഞതിൻ്റെ ശേഷം നല്ലൊരു ഇത് വന്ന് ഞങ്ങൾക്ക് തോന്നി ഇതിവിടം കൊണ്ട് നോക്കാം നമുക്കെന്ന്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എത്രയോ മാറ്റങ്ങളുണ്ട് നമുക്ക്. നമ്മളെ അനിയത്തിനെ നല്ലത് ഗുളികയില്ല, മരുന്നില്ല, മുഴുവനായിട്ട് നിർത്തി. എല്ലാ ഗുളികയും നിർത്തി. ഇപ്പോൾ ഹോമിയോ കുറേ കുടിച്ച്, പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കുറേ കുടിച്ച്, എന്നിട്ടൊന്നും ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് കൈ കാലും കഴുത്തൊക്കെ ഒക്കെ നല്ലൊരു ഉഷാറായത്. അല്ലെങ്കിൽ എപ്പോഴും കഴുത്ത് വേദന, കൈ പൊന്തൂല വേദന, അങ്ങനെയൊക്കെ ആയിന്. ഇപ്പോൾ ഒക്കെ നല്ല ഇതുണ്ട്. കാലിന് മുട്ടിൻ്റെ വേദന മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അതിപ്പോൾ മാറും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് മാത്രമാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്, വേറെ മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല? ഒരു മരുന്നുമില്ല. രാവിലെ എന്താണ് അമ്മയുടെ ഫുഡ് അപ്പോൾ? പിന്നെ ഈ ഉച്ചക്ക് അതേമാതിരി തന്നെ പച്ചക്കറികൾ, ഹാഫ് വെയില് അതുണ്ട്. വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം ഫ്രൂട്ട്സ് തന്നെ. പിന്നെ ജ്യൂസ് ഉണ്ട്, ഇടയ്ക്ക് ജ്യൂസ് ഉണ്ട്, നെല്ലിക്ക ജ്യൂസ് ഉണ്ട്, കുമ്പളങ്ങ ജ്യൂസ് ഉണ്ട്. രാവിലെ നമ്മൾ ഈ ഒത്തിരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നില്ലേ? അതൊന്നും പെട്ടെന്ന് ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ചായ കുടിക്കലുണ്ട്. അതെ അല്ലേ? 5 വട്ടം 6 വട്ടം കുടിക്കും. ഇപ്പൊ പെട്ടെന്ന് ഈ ചായ ഇല്ലാണ്ടായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ചെറിയൊരു തലവേദന വന്ന് ഇപ്പൊ ഈ ഫുഡുമായിട്ട് നല്ല പ്രകൃതിയാണ് നല്ലതെന്ന് മനസ്സിലായി. ഇപ്പൊ ഞാനും ഇവിടുന്ന് തന്നെയാണ് കഴിക്കുന്നത്. എനിക്കും നല്ല ഇഷ്ടമായിരിക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണമൊക്കെ നല്ല ഇതുണ്ട്. അതാ ഏറ്റവും നല്ലത്. നമുക്ക് പച്ചക്കറികൾ ഭക്ഷണം തന്നെ നമുക്ക് വയറ് നിറയുണ്ട്. ഫ്രൂട്ട്സ് പിന്നെ ഞങ്ങൾക്ക് വേറെ വേണമെന്നില്ല, കഴിക്കണമെന്നില്ല. ഒരു നല്ല അപ്പോൾ ശരിക്കും നമ്മൾക്ക് കുറേ അഡ്വർടൈസ്മെൻറ്റ് വഴി നമ്മൾ ഈ പരസ്യ കമ്പനികൾ വഴിയൊക്കെ കൊടുക്കുന്നതിലും നമ്മൾക്ക് ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ട് വേറൊരാളിലേക്ക് പറയുമ്പോൾ ഇപ്പോൾ ശോഭ എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പറഞ്ഞറിഞ്ഞിട്ട് പ്രകൃതിയിലേക്ക് എല്ലാവരും വരട്ടെ, എല്ലാവർക്കും അസുഖം മാറി എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ, എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഉഷാറായിട്ട് വരട്ടെ. അപ്പം അമ്മയും സൺബാത്തിലാണ്, സൂര്യസ്നാനം രാവിലത്തെ. ഇപ്പൊ എത്ര ദിവസമായി അമ്മ വന്നിട്ട്? 21 ദിവസമായി. എന്തായിട്ടാ വന്നത്? മുട്ടുവേദനയായിട്ടാ വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട്. കുറച്ച് ആശ്വാസം അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് എല്ല് തേയ്മാനാണ്, അപ്പോൾ അത് താമസിക്കും പറയുന്നത്. വന്നതിലും ഒക്കെ ഭേദമുണ്ട്. അതെ അല്ലേ? ഇവിടുത്തെ ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്രൂട്ട്സും പച്ചക്കറിയും മാത്രം കഴിക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഇത് തന്നെ വീട്ടിൽ കഴിക്കുന്നത്. വീട്ടിൽ ഇതേ ഭക്ഷണം തന്നെയാണ്. ഇത് ഭക്ഷണം തന്നെയാണ്. എൻ്റെ പെങ്ങളെ ഭർത്താവ് പെങ്ങളൊക്കെ ഇതേ ഫുൾ പ്രകൃതി നോക്കുന്നവരാണ്. പ്രകൃതി ഫുൾ പ്രകൃതി. അപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ വന്നാൽ എപ്പോഴും ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും, പ്രകൃതി ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ആദ്യം ഈ മുട്ടുകാരനെ ഡോക്ടറെ കാണിച്ചിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ 1 മാസത്തെ ഗുളിക ചെയ്തിരുന്നു. ഗുളിക ഞങ്ങൾക്ക് തീരെ വ്യത്യാസമില്ല. ഇപ്പം ഞാൻ ഇവിടുത്തെ ഫോൺ നമ്പറിലാണ് യൂട്യൂബിൽ. അപ്പം പിന്നെ ഫോൺ വിളിച്ച് ചോദിച്ചിരിക്കുന്ന കാലിൻ്റെ വേദനയോട് വന്നോട്ടെ ഞാൻ പറ്റി വന്നോളെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് എല്ലിൻ്റെ തേയ്മാനാണ്, അതിപ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കിടന്ന് നോക്കുന്നതാണ്. 21 ദിവസമായിട്ട് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. താമസം പിടിക്കുമെന്ന് പറഞ്ഞു. താമസം വരുമെന്ന് പറഞ്ഞു. എന്നാലും മാറുന്നത് നമുക്ക് ഉറപ്പല്ലേ? വിശ്വാസത്തോടെ നിൽക്കുന്നത് ഇവിടെ തന്നെ. ഓക്കെ ഓക്കെ. എങ്ങനെയാ പേര്? എങ്ങനെയാ മോൻ്റെ? അമൽ സമി. അമൽ. അമൽ എവിടെ നിന്നാണ് വരുന്നത്? വയനാട്. എത്ര ദിവസം ഇവിടെ വന്നിട്ട്? 4 ദിവസം. എന്തായിട്ടാണ് വന്നത് മോനെ? വയറുവേദനയായിട്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ട്? ഇവിടെ എത്തിയിട്ട് ഫ്രൂട്ട്സിലേക്ക് മാറിയപ്പോൾ നന്നായിട്ട് വയറുവേദന കുറഞ്ഞിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും, പിന്നെ ഇപ്പം ശരിയായി. എപ്പോഴും വയറുവേദന വരുമായിരുന്നു മോനെ? നമ്മൾ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ അല്ലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്.
ഹെവി ഫുഡ് കഴിക്കുമ്പോഴൊക്കെ വയറുവേദന വരുമായിരുന്നു. വേറെ ഡോക്ടേഴ്സിനെ കണ്ടിരുന്നോ? അലോപ്പതിയോ എന്തെങ്കിലും കണ്ടിരുന്നോ? ആ അലോപ്പതി. അപ്പോൾ അവർ പറഞ്ഞു വയറിൻ്റെ ഉള്ളിൽ സ്കാൻ ചെയ്യണം. അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. ടാബ്ലറ്റ് കഴിച്ച് തുടങ്ങിയിരുന്നോ? മെഡിസിൻ എന്തെങ്കിലും കഴിച്ച് തുടങ്ങിയിരുന്നോ? ആ കഴിച്ച് കാലിന് ഇൻഫെക്ഷൻ പിടിച്ചു. കാലിന് ഇൻഫെക്ഷനായി, കാലിന് ബുദ്ധിമുട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ആര് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്? ഇവിടെ അമ്മ അക്യുപങ്ക്ചറിസ്റ്റാണ്. ഓക്കെ. അപ്പോൾ എന്താ ജേക്കബ് ഡോക്ടറായിട്ട് ചെറിയ പഠിക്കേണ്ട ആവശ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നതാണ്. നിൻ്റെ ഈ ഒരു ഏജിൽ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജൂഡോ ചാമ്പ്യൻ ആണ് ആള്. ജൂഡോ ഒക്കെ ചെയ്യുന്ന മിടുക്കനായിട്ടുള്ള ഒരാൾ. അത്യാവശ്യം നല്ല ഹെവി ഫുഡ് കഴിക്കുമ്പോഴാണ് വയറുവേദന വരുന്നത് എന്ന് മോൻ തന്നെ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം ഫുഡിനോട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അല്ലേ? ഹെവി ഫുഡ് മാത്രമല്ല അല്ലാണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡിനോട് എപ്പോഴും ഇഷ്ടമുള്ള ആളായിരുന്നു. അത്യാവശ്യമൊക്കെ. അങ്ങനെ ഒരാൾ ഇപ്പം നമ്മുടെ പ്രകൃതിയിലേക്ക് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് വല്ലതും ഫീൽ ചെയ്തോ മോന്? ഇല്ല. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഫുഡ് അങ്ങനെ ശീലിക്കാൻ തുടങ്ങിയതായിരുന്നു. ഫുഡിലേക്ക് ഇങ്ങനെ മാറിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മാത്രമായപ്പോൾ ഓക്കെ ആയിരുന്നോ? ഹെവി ആയിട്ട് വിശപ്പ് വരിക? ഇല്ല. ഇവിടെ വന്നിട്ട് എങ്ങനെയാ മോന് ഇത് വരുന്നതിന് മുന്നേ ആണോ ഇപ്പോഴാണോ എങ്ങനെ എന്താ വ്യത്യാസം തോന്നുന്നത്? വയറുവേദന കുറഞ്ഞു. ഇവിടെ വന്നിട്ട് വയറുവേദന വന്നോ? പിന്നെ തുടങ്ങി വയറുവേദന വന്നോ പിന്നെ ഇവിടെ വന്നിട്ട്? ഇല്ല. പിന്നെ വന്നിട്ടില്ല. ഓക്കെ ആയി. വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് എത്ര കുറഞ്ഞു ഇപ്പോൾ? 3 കിലോ. 3 കിലോ കുറഞ്ഞു. അപ്പോൾ വന്നിട്ട് 4 ദിവസം. 4 ദിവസമായി. 4 ദിവസം കൊണ്ട് 3 കിലോ കുറഞ്ഞു. ഭയങ്കര ഒരു അടിപൊളിയാണല്ലോ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടത്തെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇതൊരു ഹോസ്പിറ്റലായിട്ട് ഫീൽ ചെയ്തോ? ഭയങ്കര ആളുകളായിട്ട് ഇടപെടുകയും പിന്നെ എപ്പോഴും അപ്പോൾ വൈകിട്ട് പാട്ട് പാടാൻ ഒരു വീട് പോലെ ഒരു സൗകര്യം ഇവിടെ കൊടുക്കുന്നു. രാത്രി കൂട്ടവും കാര്യങ്ങളും ഒക്കെ അല്ലേ? രാത്രി കൂട്ടത്തിൽ പാട്ട് പാടിയോ? ഇല്ല. എല്ലാവരും ഇവിടെ ശരിക്കും ഒരു വീട് പോലെയായി ഇവിടെ. ഒട്ടും മടുപ്പ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഇല്ല. ഈ ഫുഡ് കൊണ്ട് മോന് മരുന്നൊന്നും ഇല്ലാണ്ട് മോൻ്റെ വേദനകൾ മാറ്റാം, ഈ അസുഖം മാറ്റാം എന്നുള്ള കോൺഫിഡൻസ് വന്നോ മോനെ ഇപ്പോൾ ഇവിടെ വന്നിട്ട്? ഈ പ്രകൃതി കൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളെന്ന് പറയുമ്പോൾ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനോട് കൂടുതലും അലോപ്പതിയോടായിരിക്കും നമുക്ക് വിശ്വാസം പോകുന്നത്. നിങ്ങൾ പഠിക്കുന്ന ഒരു മെത്തേഡും അങ്ങനെയാണ്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠിച്ചു വരുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള നിൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് നേച്ചുറോപ്പതി വിശ്വാസത്തിൽ വന്നോ ശരിക്കും? ഈ ഒരു 4 ദിവസം കൊണ്ട് നിനക്ക് നേച്ചുറോപ്പതിയോട് വിശ്വാസം തോന്നി ശരിക്കും? വിശ്വാസം തോന്നിയത് മാത്രമൊന്നുമല്ല, പിന്നെ അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഇതിലോട്ട് മാറാൻ നോക്കിയിരുന്നു. ഇതൊരു പ്രൂവ്ഡ് സയൻസ് ആണ് എന്നുള്ളത് നേരത്തെ തന്നെ അറിയാം. അപ്പോൾ ഇത് കൊണ്ട് തന്നെ അസുഖം മാറും എന്നുള്ള ബോധ്യമുണ്ട് കുട്ടിക്ക്. വീട്ടിൽ ഇത് ഫോളോ ചെയ്യുന്ന ആളുകളാണോ ഉള്ളത്? നേച്ചുറോപ്പതി തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്? അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ 2-3 കൊല്ലമായിട്ട് പോവാറില്ല. ഹോസ്പിറ്റലിൽ പോവാറേ ഇല്ല, മൊത്തം തന്നെ സ്വയം ചികിത്സ തന്നെയാണ്. പിന്നെ ഈ നാച്ചുറോപ്പതി സ്വീകരിച്ചതും പിന്നെ അക്യുപങ്ക്ചറിസ്റ്റ് ആയതുകൊണ്ടും ഉള്ള മാറ്റങ്ങൾ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? നമസ്കാരം. നമ്മൾ ജേക്കബ് വടക്കാഞ്ചേരിയുടെ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നമ്മളുടെ കോഴിക്കോടുള്ള സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളുടെ മാനേജർ ഷൈജ മാഡം ഉണ്ട് നമ്മളുടെ ഒപ്പം. മാഡം നമസ്കാരം. നമസ്കാരം. നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി മാഡം? ഇവിടെ ഞാനിപ്പം 3 വർഷമായി. 3 വർഷമായി. ഇവിടുത്തെ കാര്യങ്ങൾ ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? ഓക്കെ. എൻ്റെ പേര് ഷൈജ. ഞാൻ ബാലുശ്ശേരി നിന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് നേച്ചർ ലൈഫിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇപ്പം ഈ ഒരു നേച്ചുറോപ്പതി തന്നെയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് ഈ നേച്ചുറോപ്പതി ഇതൊരു ജോലിയായിട്ട് നേച്ചുറോപ്പതിയിലേക്ക് വരുന്നതിന് മുന്നേ ഈ നേച്ചുറോപ്പതി കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു? ഇല്ല, ഒട്ടും അറിയില്ല. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നേച്ചുറോപ്പതി എന്താണ്, അതിൻ്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ശാഖയുണ്ട് എന്നൊന്നും ഒട്ടും അറിയില്ല. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ്. അതെ, ഞാൻ ജോലി തേടി ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്, അതിൽ കൂടെ ആൾക്കാർക്ക് ഒരുപാട് സഹായം ഇത് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഈ 3 വർഷം കൊണ്ട് എന്താണ് ഇപ്പോൾ ശരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലായത്? ഈ 3 വർഷം കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ നേച്ചുറോപ്പതി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരുപാട്
എന്താ പറയുക, നമുക്ക് അലോപ്പതി മരുന്നിൻ്റെ നിന്ന് അസുഖത്തിന് ഒരുപാട് വർദ്ധിച്ചു വരുന്ന അസുഖങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അലോപ്പതി ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുകയാണെങ്കിൽ ആ മരുന്നിന് സൈഡ് എഫക്റ്റ് ആയിട്ട് വേറെ എന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ പറഞ്ഞാൽ മറ്റുള്ളൊരു അസുഖം വർദ്ധിക്കുന്നില്ല. വന്ന അസുഖം പാടെ താഴ്ന്നു പോകുന്നുണ്ട്. അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഫുഡ് ഒക്കെ സെറ്റ് ചെയ്താൽ തന്നെയല്ല അസുഖം വർദ്ധിക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു കംഫർട്ടാണ് ഈ ഒരു നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റിനെ പറ്റി. ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ വർഷങ്ങൾ കൊണ്ട് നമ്മൾ വേറെ പുറത്തിപ്പോൾ അലോപ്പതി ചികിത്സയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പുറത്തേക്ക് പോകാറില്ല. ഈ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ മുട്ടിന് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ലിഗ്മെൻറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും വേദനയായിട്ട് ഞാൻ ഇപ്പോഴും അലോപ്പതിക്കിനെ തേടി പോകാറില്ല. കാരണം എനിക്കത് എന്തോ ഇഷ്ടക്കുറവാണ് ഇപ്പോഴും ഞാൻ ഈ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യുന്ന എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കാറ്റഗറി ഏത് പേഷ്യൻ്റാണ് വരാറുള്ളത്? നമുക്ക് കൂടുതൽ വരുന്നത് ഇവിടെ വരുന്നത് പ്രഷർ ഷുഗർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. കൂടുതൽ പേഷ്യൻറ്റും പ്രഷറായിട്ടും ഷുഗറായിട്ടും എല്ലാ കാറ്റഗറിയിലുള്ള രോഗികൾ വരുന്നുണ്ട്. എല്ലാ കാറ്റഗറിയിലും ക്യൂർ ആവുന്നുണ്ട്. എല്ലാ ഇതിലും നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കോഴ്സ് വരുന്നുണ്ടാവുമല്ലോ. കോഴ്സ് വരുന്നുണ്ട് ഒരുപാട്. നമുക്ക് ഇപ്പോൾ എവിടെയൊക്കെയാണ് കേരളത്തിൽ ഇതിൻ്റെ സ്ഥാപനങ്ങളുള്ളത്? ഇവിടെ ഇപ്പം നമുക്ക് കോഴിക്കോടുണ്ട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, വേറെ എവിടെയാണ് അങ്ങനെ എല്ലാവരും എറണാകുളം 4-5 സെൻറ്റർ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ജേക്കബ് സാറിൻ്റെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്താണ്. സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കാം. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത്. നമുക്കിപ്പോൾ ജേക്കബ് സാറ് ഡയറക്റ്റ് വരാറുണ്ടോ? സാർ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. 4-ാം തീയതി വരും. സാറിൻ്റെ ക്ലാസ് ഉണ്ടാവും, കൺസൾട്ടേഷൻ ഉണ്ടാവും. പിന്നെ സാറ് കോഴിക്കോട് എപ്പോഴാണോ വരുന്നത് ചിലപ്പോൾ ഒക്കെ സാറ് സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് കോഴിക്കോട് ഇവിടെ വന്നിട്ട് സാറിന് പേഷ്യൻസിനെ കണ്ട് ക്ലാസ് കൊടുക്കും, കൺസൾട്ടേഷൻ കൊടുക്കും. വേണ്ടവർക്ക് എന്താണോ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് സാർ പോകാറ്. എല്ലാവരും പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ളത് നമ്മൾക്ക് ഇവിടുത്തെ ഇൻ്റർവ്യൂസിൽ നിന്ന് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. ശരിക്കും ഒരു വീട് പോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും കഴിഞ്ഞു പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതിനൊരു ഹോസ്പിറ്റൽ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇതുപോലെ തന്നെ രോഗികളായിട്ട് വന്ന് ഡോക്ടേഴ്സായിട്ട് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴുള്ള ഒരു മനസ്സംതൃപ്തി ഉണ്ടല്ലോ ആളുകളുടെ. അവര് പിന്നെ ഇവിടെ വരാറോ അങ്ങനെ? തീർച്ചയായിട്ടും. പിന്നെ അവർ വരാറുണ്ട്. പിന്നെ അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക പറഞ്ഞു കേട്ടിട്ട് വരാറുണ്ട്. ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റ് എന്നുള്ളതിനേക്കാളും വലുത് തന്നെയാണ് ശരിക്കും ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് വരുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും. എല്ലാവർക്കും നമ്മൾക്ക് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻസിൽ നമ്മൾ വിട്ടിട്ടുണ്ടോ? ഇല്ല, എടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ ഞങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഇവിടെ ഡോക്ടർ കണ്ടാൽ ഡോക്ടർക്ക് അറിയാം അത് നമുക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ എടുക്കാറില്ല അങ്ങനത്തെ കേസ്. പ്രകൃതി മൂലകങ്ങളെ ഏറ്റവും സംശുദ്ധമായ രൂപത്തിൽ എടുത്തുകൊണ്ട് അതിനെ ചികിത്സാ സമ്പ്രദായമാക്കി ചികിത്സാ രീതിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധമായ വായു, വെള്ളം, സൂര്യപ്രകാശം, മണ്ണ് ഇതൊക്കെയാണ് പ്രകൃതി ചികിത്സയിലെ ചികിത്സാ ഉപാധികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മണ്ണ് ചികിത്സ അഥവാ ചെന്നിനായകം തേക്കുക അങ്ങനത്തെ കുറച്ച് ചികിത്സാ സമ്പ്രദായങ്ങൾ ഇതിലുണ്ട്. അതിലേക്ക് നമുക്ക് അത് ചെയ്യുന്ന ഷിഹാബ് ചേട്ടൻ. നമസ്കാരം ചേട്ടാ. ചേട്ടന് എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു വർഷമായി ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ചെന്നിനായകം ട്രീറ്റ്മെൻ്റൊക്കെ നമ്മൾ ചെയ്യും. ഞാൻ ചെയ്യുന്നുണ്ട്, വേറെ ചേട്ടനുണ്ട്, മാർക്കുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്? ഇത് കാര്യമായിട്ട് വേദന ഉള്ള ഭാഗത്ത് അതുപോലെ നീരൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം മണ്ണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ചെന്നിനായകം. ഈ മണ്ണെന്ന് പറയുമ്പോൾ എന്ത് മണ്ണാണ്? മണ്ണ് നമ്മൾ ശരിക്ക് ഒരു 7 അടി താഴ്ചയിൽ നിന്ന് കിട്ടുന്ന നല്ല ഭൂമിയിൽ നിന്ന് കിട്ടുന്ന 7 നല്ല മണ്ണാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചെന്നിനായകം മണ്ണ് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്നിനായകം അപ്ലൈ ചെയ്യുന്നത്. ചെന്നിനായകം എങ്ങനെയാണ്? ചെന്നിനായകം ഇതേതാണ് വേദന നീര് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും നമ്മൾ ചെന്നിനായകം അപ്ലൈ ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും ഇല്ല, ഏകദേശം ട്രീറ്റ്മെൻറ്റ്. അതെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ചിട്ട് ചെന്നിനായകം ട്രീറ്റ്മെൻറ്റ്. അതെ. ഇപ്പോൾ അത് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതുകൊണ്ട് വ്യത്യാസം നല്ല രീതിക്ക് വരുന്നുണ്ടോ? ഒരുപാട് ആൾക്കാർ നമ്മൾ പറയുന്നത്. ഇന്ന് തന്നെ നമ്മൾ ഒരു 2-3 ദിവസമായിട്ട് വന്ന ഒരാളുണ്ട്. അയാൾ പറയുന്നുണ്ട് അയാൾ വേറെ എവിടെ നിന്ന് ഒഴിച്ചിലൊക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്
എനിക്ക് 2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ, പക്ഷെ എനിക്ക് നല്ല മാറ്റമുണ്ട്. ശരിക്കും എഫക്റ്റീവായിട്ടുള്ളൊരു ചികിത്സാ രീതി തന്നെയാണ്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അപ്പോൾ നേച്ചുറോപ്പതിയോട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിശ്വാസം തോന്നിയിട്ട് തന്നെയാണോ ഇവിടെ? അതെ. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ നല്ല പുറത്തുനിന്നൊക്കെ നല്ല ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാനും മാക്സിമം അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ശ്രമിക്കാം. ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ സ്വയം ചികിത്സിക്കാൻ. അതെ 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 അതെ. അപ്പോൾ നേച്ചർ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ടിരിക്കേണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഡിസ്ചാർജ് ആയി പോവുകയാണ് അല്ലേ നിങ്ങളെ? എത്ര ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുന്നത്? 21 ദിവസത്തെ. നമ്മളുടെ ഒരു സ്ട്രോക്കിൻ്റെ അവസ്ഥ വരെ ചെന്നിട്ട് ക്യൂറായി വന്നിരിക്കുന്ന ഒരാളാണ് നമ്മളുടെ രാഘവനങ്ങളും. രമാൻറ്റി വന്നിട്ട് ബൈസ്റ്റാൻഡറാണ്. അപ്പോൾ രാഘവനങ്ങൾ എത്ര ദിവസം? 24 ദിവസമാണ്. 21 ദിവസമായി. ഇന്നിപ്പോൾ അവർ ഡിസ്ചാർജ് ആയി പോവുകയാണ്. ഇവിടുത്തെ ലോഗോ പോലെ തന്നെ ഡോക്ടറായിട്ടാണ് തിരിച്ചുപോക്ക്. ഡോക്ടർ വീരരാഘവനായിട്ടാണ് തിരിച്ചുപോക്ക്. BP എല്ലാം ലോ ആയി, ഓക്കെ ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒത്തിരി വർഷമായി നമ്മൾ പ്രകൃതി ഫോളോ ചെയ്യുന്നു. ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? നല്ല സമ്പ്രദായം തന്നെ. അല്ല, നമ്മൾക്ക് വന്നിട്ട് അലോപ്പതിക്കാരോട് അലോപ്പതി മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ എന്ന് ഇപ്പോഴും കുറേ സംശയം വെച്ചിരിക്കുന്ന ആൾക്കാരോട്, അങ്ങനെ സംശയമുള്ളവരോട് നമുക്ക് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്? അലോപ്പതി മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും. ഇതിൽ ആഫ്റ്റർ എഫക്റ്റ് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. നല്ലതാണ്. കുറച്ച് വെയിറ്റ് കുറയുന്നല്ലേ വേറൊരു വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് അലോപ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും, ഉണ്ടാവാതിരിക്കുക എത്ര മരുന്ന് കഴിച്ചാൽ. അതെ, പ്രകൃതിയാവുമ്പോൾ അതിൻ്റെ ഇത് ഉണ്ടാവാറില്ല. ഭക്ഷണം കൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാം. ഇത് വർഷങ്ങളായിട്ട് വേറെ ഒരു കാര്യത്തിന് നമ്മൾ വേറെ ഡോക്ടേഴ്സിനെ ഒന്നും ആശ്രയിക്കാറില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പനി വന്നാലും നമ്മൾ തന്നെയാണ് ട്രീറ്റ്മെൻറ്റൊക്കെ. അപ്പോൾ നേരത്തെ തന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സാണ് ഇവരപ്പോൾ. അപ്പോൾ ഈ സ്ട്രോക്ക് പോലെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും പേടിക്കും, ചെറുതായിട്ടാണെങ്കിലും ഒന്ന് പേടിക്കും നമ്മൾ, എന്താ പറ്റുകയെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ അലോപ്പതി ഉപേക്ഷിച്ചിട്ട് പ്രകൃതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതിൽ അത്രയും വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾക്ക്. ജേക്കബ് സാറിൽ അത്രയും വിശ്വാസമായിരുന്നു. അത് വിശ്വാസം ഒരിക്കലും മോശമായി പോയില്ലല്ലോ. നമ്മൾ അത്രയും ക്യൂറായിട്ട് തന്നെയല്ല ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ പുറത്ത് നിന്നിട്ട് ഇതിനെ പരിഹസിക്കുന്നവരുണ്ടാകാം, ഇതിനെ മനസ്സിലാക്കാതെ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് പുല്ലും വൈക്കോലും കഴിച്ച് ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നവരാണ് ഒരുവിധമുള്ളവരൊക്കെ. പക്ഷെ അവരുമൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോൾ ചിലപ്പോൾ അഭയം പ്രാപിക്കുന്നത് ഇവിടെ ആയിരിക്കും. പ്രകൃതി ചികിത്സ ക്യൂറാകാതിരിക്കാൻ കാരണം എല്ലാ സ്ഥലത്തും പോയിട്ട് ലാസ്റ്റാണ്. അപ്പോൾ അത് അവർക്കും രോഗം മൂർജിച്ചിട്ടുണ്ടാവും. അതെ അതെ അതെ. അപ്പോൾ പോകും, പക്ഷേ പോകാൻ കുറച്ച് താമസം എടുക്കും. പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ വരികയില്ല. അതെ. അലോപ്പതി ആണെങ്കിൽ ആ ഗുളികേൻ്റെ എഫക്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിഞ്ഞാൽ പിന്നെയും വരും. ഇതങ്ങനെ വരുന്നില്ല. ഇതിപ്പോൾ BP വന്നിട്ട് നോർമലായി കഴിഞ്ഞിട്ട് പിന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും തോന്നും. ഇപ്പോൾ BPയുടെ ടാബ്ലറ്റ് ഒക്കെ നിർത്തിയില്ലേ? എല്ലാം നിർത്തിയിട്ടാണ് പോകുന്നത്. ഈ 21 ദിവസം കൊണ്ട് തന്നെ ആ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് ഇത്രയും ഓക്കെ ആയി ആള്. അപ്പോൾ നേച്ചുറോപ്പതിയിലേക്ക് നമ്മൾ വരുമ്പോൾ, ലൈഫ് ഇൻ്റർനാഷണലിൽ വരുമ്പോൾ, ഏതൊരു പ്രകൃതി ചികിത്സാ രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫുഡ് കൊണ്ടാണ് രോഗം കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ അടുക്കള കൈകാര്യം ചെയ്യുന്നവർ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നമുക്കൊക്കെ വിളമ്പി തരുന്ന സുമേച്ചിയോട് തന്നെ ചോദിക്കാം. നമുക്ക് ഇവിടുത്തെ സുമേച്ചിക്ക് ഇപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ? 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ 2 വർഷം കൊണ്ട് ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ സുമേച്ചി? ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് സുമേച്ചി തന്നെ പറയട്ടെ. സുമേച്ചി നമസ്കാരം പറയും. നമസ്കാരം. എനിക്ക് 2 വർഷം കൊണ്ട് തന്നെ നല്ല എത്രയോ പേഷ്യൻസിനെ ഇവിടെ വന്നിട്ട് എന്നെ വന്ന് കൈ തന്നിട്ട് പോകുന്നതാണ് എല്ലാവരും. ആ ഒരു നല്ലൊരു ഫീലാണ് ഇവിടെ, ഫീലിങ്സാണ്. പിന്നെ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഴിച്ചവരൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞ് അവർ കൈ തന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോവാൻ തോന്നാത്തൊരു
അവസ്ഥയാണ്. അതെ, ഇവിടെ വന്ന പലരോടും ഇന്റർവ്യൂസിൽ ചോദിക്കുമ്പോൾ നമ്മൾ പറയണേ ഇതൊരു ആശുപത്രിയായിട്ട് തോന്നിയിട്ടില്ല, ഇതൊരു വീടായിട്ടാണ് തോന്നുന്നത്. അതെ, വീടായിട്ട് തിരിച്ചു പോകുമ്പോൾ അസുഖം മാറിയതിന്റെ സന്തോഷവും പക്ഷെ വീട്ടുകാരെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടവുമായിട്ടാണ് ഓരോരുത്തർ തിരിച്ചു പോകുന്നത് ഇവിടുന്ന്. അപ്പോൾ അങ്ങനെയാണ് അവർ പോകുന്നത്. അവിടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണ രീതികളിൽ നിന്നൊക്കെ വിട്ടിട്ട് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ കഴിക്കുന്നത് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ സാലഡ്സും കറികളും ഒക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ രുചിയിൽ ആദ്യം നിൽക്കുന്ന ഒരാൾ തന്നെയാണ് സുമി ചേച്ചി. അപ്പോൾ സുമി ചേച്ചി കഴിഞ്ഞ ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിട്ട് കുറച്ച് ദിവസം ഞാനിവിടെ കുറച്ച് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ വെരിക്കോസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കലാണ്, അതുകൊണ്ടായിരിക്കാം വന്നത്. അപ്പം വന്നപ്പം പിന്നെ അതിൻ്റെ പുറമെ കാലിൻ്റെ മുട്ട് രണ്ടും വേദന വന്നു. പിന്നെ കുറച്ച് തടി വണ്ണം വെച്ചു. കാരണം പൊതുവേ ഞാൻ വണ്ണമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ പച്ചക്കറി എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ പച്ചക്കറി നല്ലോണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ പച്ചക്കറി നല്ലോണം കഴിച്ചതുകൊണ്ടായിരിക്കും കുറച്ച് വണ്ണവും കൂടി. അപ്പം പിന്നെ അതൊന്ന് കുറയ്ക്കണമെന്നുണ്ടായി. അപ്പോൾ എല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് ഇവിടെ ഒന്ന് അഡ്മിറ്റായി. എത്ര ദിവസം കിടന്നു? ഞാൻ 7 ദിവസമേ കിടന്നുള്ളൂ. 7 ദിവസം കൊണ്ട് ഞാൻ 4 കിലോ കുറഞ്ഞു. 4 കിലോ കുറഞ്ഞു. പിന്നെ അസുഖത്തിന്റെ രീതിയിൽ എങ്ങനെയുണ്ട് വ്യത്യാസം? അപ്പോൾ മാറി, കംപ്ലീറ്റ് ആയിട്ട് മാറി. 7 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി. കാലിൻ്റെ മുട്ടിൻ്റെ വേദന കുറഞ്ഞു. പിന്നെ വെരിക്കോസിൻ്റെ ആ ഞരമ്പിൻ്റെ വേദന ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു. എനിക്ക് മൊത്തത്തിലൊരു ആശ്വാസം. പിന്നെ എന്താണ് പറയേണ്ടതെന്നറിയില്ല. സന്തോഷമാണ്. ഷുഗർ പിന്നെ ഷുഗർ പറയുകയാണെങ്കിൽ 187 ഉണ്ടായിരുന്നു ഫാസ്റ്റിങ്ങില്. അപ്പോൾ അത് കുറഞ്ഞ് ഇപ്പം 119ആയി. അപ്പോൾ 2 ആഴ്ചയായി. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഒരു 7 ദിവസം കൂടെ ഞാൻ ഈ ഫുഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഷുഗർ കുറഞ്ഞ ഒരു സന്തോഷം കൂടി ഉണ്ട്. ആ വെയിറ്റിലുള്ള വ്യത്യാസം ശരിക്കും വന്നു. നല്ല വ്യത്യാസം വന്നു. മറ്റേ ഇത്രയും നല്ലായിരുന്നു, നല്ല അടിയായിരുന്നു. ഇവിടെ വന്നിട്ട് എങ്ങനെ യോഗ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു? അപ്പോൾ യോഗ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പോൾ 7 ദിവസം ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോഴും ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇത്. ഇവിടത്തേക്ക് വരുന്ന പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഇവിടെയായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ നമ്മളിങ്ങനെ പേഷ്യൻസ് വരുമ്പോൾ ഇവിടുന്ന് വിട്ടു പോകാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ വരുത്താനായിട്ട് ശരിക്കും ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ്? അതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ രാത്രിക്കൂട്ടം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ആ രാത്രിക്കൂട്ടത്തിൽ എല്ലാ പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡറും സ്റ്റാഫുകളും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ പാട്ടും കലാപരിപാടികളൊക്കെ ഉണ്ട്. ആ ഒരു ഇതിൽ നല്ല ഹാപ്പിയാണ്. പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു എനർജിയാണത്. അതെ, എല്ലാവരും കൂടും. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഇതല്ലേ, അപ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അതെ അല്ലേ. അപ്പോൾ സുമേച്ചി വന്നിട്ട് ഇവിടെ 2 വർഷമായിട്ട് നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആരെങ്കിലും സമാധാനം ഇല്ലാണ്ട് സന്തോഷത്തോടു കൂടി തന്നെ പോയവരല്ലേ കൂടുതൽ? അതെ, എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് പോയത്. പിന്നെ ഒരുപാട് സ്റ്റേജ് കഴിഞ്ഞ ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇവിടുന്ന് ആദ്യം പറയല്ലോ. അത് അല്ല, നമുക്കിവിടെ വന്നാലും ഇതിപ്പോൾ സുമേച്ചി തന്നെ ഒരു അസുഖം വന്നപ്പോൾ നേരെ ഇങ്ങോട്ട് തന്നെയാണ് ഇവിടെ തന്നെ പ്രിഫർ ചെയ്തു. അത് ഈ ഒരു 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട്. അതെ, ഇവിടുത്തെ അത്ര വിശ്വാസമാണ്. അത്രയും വിശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നേരത്തെ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ തന്നെ എനിക്ക് ഒരു അസുഖത്തിന് പോയിട്ട് എനിക്ക് 3 അസുഖം മാറി. കാരണം എനിക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു. പിന്നെ അന്ന് ബ്ലീഡിങ് ആയിട്ടായിരുന്നു കാണിക്കാൻ പോയത്. പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് പിന്നെ മൈഗ്രെയിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷ് മരുന്നിന് കാണിച്ചപ്പോൾ ഒരു പറഞ്ഞാൽ ആ മൈഗ്രെയിൻ മാറൂല, അത് അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അത് അവിടെ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, മൈഗ്രെയിൻ്റെ അസുഖമുള്ളത് പറഞ്ഞിട്ടില്ല. എങ്കിലും കൂടിയിട്ട് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് 1 മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് ചെയ്തപ്പോഴും തന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ ശ്വാസമുട്ടൽ കാണുന്നില്ല, തലവേദന കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ വന്നത് കൊണ്ടാണ് എനിക്ക് ഈ അസുഖങ്ങളൊക്കെ ഇല്ലാതെ. ഇത്രയും വർഷമായി, ഒരു 10 വർഷമായി ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്, പ്രകൃതി ചെയ്തിട്ട്. പക്ഷേ അതിൻ്റെ ഇങ്ങോട്ടേക്ക് പിന്നെ എനിക്ക് ആ ശ്വാസമുട്ടലും ഈ പിന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദനയും എനിക്ക് വന്നിട്ടില്ല.
അതെ അല്ലേ. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്ന പേഷ്യൻസിനോട് നമുക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ മിക്കവരും സംശയത്തോടെ നോക്കുന്നവരുണ്ടാവും. നമ്മൾ ഈ അലോപ്പതി മെഡിസിൻ കഴിച്ചാലേ ആദ്യം ഒരു ഡോളർ കഴിച്ചാലേ മാറുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഈ ഡോക്ടറെ പിന്നെ കാണിക്കാൻ വേണ്ടി ബ്ലീഡിംഗ് ആയിട്ട് കാണിക്കാൻ പോകുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ, അടുത്തുള്ള അയൽവാസികളും പിന്നെ വീട്ടിലുള്ളവരും ഒക്കെ പറഞ്ഞത് ഈ അസുഖത്തിന് നീ അവിടെ പോണ്ട, പോയിട്ട് മാറൂല, പിന്നെ വെറുതെ അത് ഇതാക്കണ്ട, ഇപ്പം തന്നെ പോയിട്ടത് അന്ന് 18,000 ഉറുപ്പിട്ടാണ് അന്ന് ഇത് ചെയ്യാൻ DNC ചെയ്യാൻ വേണ്ടിയിട്ട് ആയത്. അപ്പം ഞാൻ എൻ്റെ ഒരൊറ്റ നിർബന്ധത്തിനാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അതിന് എന്തെങ്കിലും ഒരു മാറ്റം കാണുമായിരിക്കുന്നു. എങ്കിൽ കൂടി എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനി മാറിയിട്ടില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി എന്നെ പച്ചക്ക് കത്തിക്കൂലേ. അപ്പോൾ എനിക്ക് അതൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അതിൽ വന്നിട്ട് എനിക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. ഒരു പകുതി ദിവസമായപ്പം തന്നെ എനിക്ക് ടെൻഷനായിരുന്നു, മാറിയിട്ടില്ല. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കിത് മാറൂലേ, ഒന്നും ശരിയായില്ലല്ലോ, സുമ്മാ പേടിക്കാതെ നിൽക്കൂ, എല്ലാം റെഡിയാവും ഡോക്ടർ ഒരു ഇതായിട്ട് തന്നു. അത് കരീം സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സുമ പേടിക്കേണ്ട, ഇത് മാറും, നീ ഒരു കുറച്ച് ദിവസം കൂടെ ഇവിടെ സമാധാനത്തിലിരിക്കും, ധൈര്യം കൈവിടണ്ടായിരുന്നു. അങ്ങനെ സാറ് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും കുറഞ്ഞു വന്നു. പിന്നെ 30 ദിവസം ആകുമ്പോഴേക്കും സാറ് പറഞ്ഞ കറക്റ്റ് ദിവസം എനിക്കത് ഇല്ലാതെയായി. പിന്നെ ഇന്ന് വരെ എനിക്ക് അസുഖം വന്നിട്ടില്ല. പിന്നെ DNC ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലേ, പിന്നെ അതിനെ പറ്റി എനിക്കൊരു സംഭവം ഉണ്ടായിട്ടില്ല. പ്രകൃതിയിൽ ഒരുപാട് വിശ്വസിക്കുന്ന അത് ഞാൻ ഒരിക്കലും എനിക്ക് എൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം. പ്രകൃതി ചികിത്സയെ സംശയത്തോടെ നോക്കുന്നവർ ഇതുപോലെയുള്ള ആളുകളുടെ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ശരിക്കും ചില കാര്യങ്ങൾ നമ്മൾ കണ്ടാലും പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല, നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെ അനുഭവിച്ച് അറിയാനായിട്ടൊരു അസുഖം വരാൻ നിങ്ങൾ കാത്തു നിൽക്കുകയും വേണ്ട. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇവരുടെ ചിരിക്കുന്ന മുഖത്ത് തന്നെ ഉണ്ട് ഇവരൊക്കെ എത്ര സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത്. ഇത് പിന്നെ അസുഖം തോന്നുമ്പം തന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ഇതിലേക്ക് മാറൂല, പെട്ടെന്ന് അത് മാറും. നമ്മളത് വെച്ചിരുന്നിട്ടാണ് ഇത് മൂർധാവസ്ഥയിൽ എത്തുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ദയവ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും അസുഖം വന്നിട്ട് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാതിരിക്കുക, ഈ പ്രകൃതി ചികിത്സയിലേക്ക് വരിക, എന്നിട്ട് ആ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുക. ആ ഇതിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബം രക്ഷപ്പെടും, നമുക്ക് കുറച്ചും കൂടെ നല്ല ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാം. അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. സുമേച്ചിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം, സുമേച്ചി എന്ന് പറയുന്ന ആളുടെ ആ നിഷ്കളങ്കമായിട്ട് ആൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആളൊരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ടോ ഒന്നും അല്ല. ആളുടെ ആ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്കറിയാം ആൾ രക്ഷപ്പെട്ടു. അതുപോലെ എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള സത്യസന്ധമായിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പോൾ നമ്മളോട് ആൾ പങ്കുവെച്ചത്. അതിലെ സത്യസന്ധത നമ്മൾ കാണാണ്ടിരിക്കാൻ പാടില്ല. മീൻസ് മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്ന, മഹാത്മാഗാന്ധി പോലും ഫോളോ ചെയ്തിട്ടുള്ള പ്രകൃതി നമ്മൾ ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ ഇതിൻ്റെ ആ ഒരു കള്ളക്കളികളിൽ പെട്ടിട്ട് നമ്മൾ അലോപ്പതിയിലേക്ക് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ ഈ പ്രകൃതിയിൽ നമുക്ക് എല്ലാത്തിലുമുള്ള പരിഹാരമുണ്ട്. അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇവരെല്ലാവരും. ഇവരുടെയൊക്കെ വാക്കുകൾ നമ്മൾ ഇത്തിരി നേരമെങ്കിലും ചെവി കൊടുക്കാതെ പോയാൽ അത് നമുക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും. നമസ്കാരം.